കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ് ഞാൻ എന്താണ് പഠിച്ചത്, എന്താണ് ചെയ്യുന്നതെന്ന്. എന്നാൽ അതിനുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. ഇന്നത്തെ യാത്ര മത്തേരാനിലേക്കാണ് ട്ടാ. ജൂൺ മുതൽ എല്ലാ വീക്കെൻഡും ഞാൻ മത്തേരാനിലേക്ക് ഗ്രൂപ്പ് പാക്കേജ് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കമോൺ കമോൺ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ വീക്കെൻഡും ഒരേ സ്ഥലം കണ്ടു മടുക്കൂലേന്ന്. അതങ്ങനല്ല. വൈബിളുള്ള ആൾക്കാർ വരുമ്പോൾ ട്രിപ്പ് അടിപൊളിയാവും. എന്നാൽ എന്റെ ഈ ട്രിപ്പിനൊരു പ്രത്യേകത, ഇതുവരെ കഴിഞ്ഞ മത്തേരാൻ ട്രിപ്പിൽ ഏറ്റവും ലിമിറ്റഡ് ആയ ആൾക്കാരാണ് ഈ ബാച്ചിലുള്ളത്. സത്യം പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ട് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിലെ സമയം തള്ളി നീക്കിയത്. ഇതുവരെ കാണാത്ത ഫിലിം വന്നിട്ടാ ലിയോ എന്റെ ചെവിയിൽ പറഞ്ഞത്. ഒരു 5-6 മണിക്കൂറോടെ തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് ഒരേ വൈബിലേക്ക് വന്നു. ഈ 2 പേരിട്ട നമ്മുടെ ഈ ട്രിപ്പിന്റെ മെയിൻ ഗസ്റ്റ് മത്തേരാൻ എവിടെയാന്ന്, എന്താണ് മത്തേരാന്ന് പോലും അറിയാണ്ട് ഓടി വന്ന ഒരാളാണ് അഫ്ര. ഇതുവരെ കഴിഞ്ഞ ബാച്ചിൽ എല്ലാരും ലാസ്റ്റ് ഡേ ആണ് നല്ല ഫ്രണ്ട്ലി ആവുക, വൈബ് ഓൺ ആവുക. ഇത് ഫസ്റ്റ് ഡേ എല്ലാരും ഒരേ ട്രാക്ക്, ഒരേ മൂഡ്, ഒരേ വൈബ് എന്ന രീതിയിലേക്ക്. ഇപ്പൊ കുറച്ചാക്കെങ്കിലും എന്താണ് എന്റെ ജോബ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. താനിന്ന് നീറിലേക്കുള്ള ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ് അത് ലൈഫിൽ ഒരിക്കലും മറക്കാത്തതാണ്. ക്യാമറ കാണുമ്പോൾ ക്യൂട്ട്നെസ് വാരി എറിയുന്ന ചങ്ങയാട്ടത്. താനിന്ന് നീറിലേക്കുള്ള 1 മണിക്കൂർ ട്രെയിൻ ജേർണിയാണ് ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ അഡ്വഞ്ചർ. എത്ര പേർക്കാണെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കാൻ മറന്നു. അങ്ങനെ ചായക്ക് കുടിച്ച് നീറിൽ നിന്ന് അമാൽ ലോഡ്ജിലേക്കുള്ള യാത്ര. അപ്പൊ അഫ്രാനെ പോലെ മത്തേരാൻ എന്തെന്ന് അറിയാത്തവർക്ക് ഏഷ്യയിൽ തന്നെ വാഹന ഗതാഗതം നിരോധിക്കപ്പെട്ട ഏരിയ ആണ് മഹാരാഷ്ട്രയിലെ മത്തേരാൻ. അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇപ്പൊ ഇവിടെ 5-6 ഓട്ടോറിക്ഷയിലുണ്ട് കേട്ടാ. മത്തേരാൻ കഴിച്ചൊന്നും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മത്തേരാൻ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ DMയിൽ വരാം.